അന്ത അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തെക്കുറിച്ച് സംസാരിക്കാനായി സംഗമം 176 അംഗം ജംഷീദെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും. ആദരണീയായ ശ്രോതാക്കളെ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഏതാനും വാക്കുകൾ പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമൂഹം ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരുന്നതിനോടൊപ്പം നിരവധി സാമൂഹിക വെല്ലുവിളികളും ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് ലഹരി ഉപയോഗത്തിന്റെ വർധനവ്. പ്രായഭേദമന്യേ പലരും ലഹരിയുടെ വലയിൽ അകപ്പെടുന്ന കാഴ്ച ഇന്ന് ആശങ്കയോടെയാണ് നാം കാണുന്നത്. ഒരു വ്യക്തിയുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും തൊഴിലും കുടുംബ ബന്ധങ്ങളും തകർക്കാൻ ലഹരിക്ക് കഴിയും. ഒരാളുടെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമൂഹത്തിന്റെ സമാധാനവും ലഹരി ഇല്ലാതാക്കുന്നു. ഇന്ന് വാർത്തകളിൽ കാണുന്ന പല കുറ്റകൃത്യങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പിന്നിൽ ലഹരിയുടെ സ്വാധീനം കാണാൻ കഴിയും. കടുത്ത മാനസിക വിഷമം, ഒറ്റപ്പെടൽ, പരാജയം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇത്തരം ഘട്ടങ്ങളിൽ താൽക്കാലികമായൊരു ഒളിച്ചോട്ടത്തിനു വേണ്ടിയാണ് മനുഷ്യൻ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത്. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിനകത്ത് ഡോപ്പമൈൻ എന്ന സന്തോഷ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനമാണ് ഉണ്ടാവുന്നത്. ആ സമയത്ത് അമിതമായ സന്തോഷവും പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ആ സന്തോഷം വീണ്ടെടുക്കാൻ വേണ്ടി തലച്ചോറ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പതിയെ പതിയെ ഉപയോഗിച്ചു കഴിഞ്ഞ ലഹരിക്ക് മനുഷ്യൻ അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ലഹരിയിലേക്ക് തിരിയാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാവേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. തിരക്കുപിടിച്ച ജീവിതത്തിന്റെ യാന്ത്രികതയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയങ്ങളിൽ നാം തീരെ ശ്രദ്ധ പുലർത്തുന്നില്ല. കുട്ടികൾക്ക് നൽകേണ്ടത് ഏറ്റവും മികച്ച ക്വാളിറ്റി ടൈമാണ്. അമിതമായ ഉപദേശങ്ങൾ കൊണ്ട് കുട്ടിയുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതിലോ അമിതമായ ശാസനയോ അല്ലെങ്കിൽ സംശയദൃഷ്ടിയോടുള്ള നോട്ടങ്ങളോ അല്ല കുട്ടികൾക്ക് നൽകേണ്ടത്. അതിനു പകരം രക്ഷിതാക്കളുടെ ആശ്ലേഷണങ്ങളിൽ കുടുംബ ബന്ധങ്ങളുടെ സ്നേഹത്തിന്റെ 4 ചുമരുകൾക്കിടയിൽ അവർക്ക് ആനന്ദം അനുഭവം വേദ്യമാക്കണം. യുവാക്കളും വിദ്യാർത്ഥികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുക, കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, പുസ്തക വായനയും ആത്മീയ മൂല്യങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നിവ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കാൻ സഹായിക്കും. ലഹരി വിരുദ്ധ ദിനം ഒരു ആചരണം മാത്രമല്ല, സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്ത ഓർമ്മപ്പെടുത്തലാണ്. ലഹരിയില്ലാത്ത യുവത്വം, ലഹരിയില്ലാത്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ലഹരിയെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം. ആരോഗ്യകരവും സന്തോഷകരവും സുരക്ഷിതവുമായ ഒരു സമൂഹം വാർത്തെടുക്കാൻ കൈകോർക്കാം. ഇന്നീ വേദിയിൽ എൻ്റെ ചിന്തകളും ആശയങ്ങളും പങ്കുവെക്കാൻ അവസരം നൽകിയ സംഘാടകർക്ക് ഞാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ അറിവും കഴിവും വളർത്തുന്നതിനും സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്നതിനും ഇത്തരത്തിലുള്ള പരിപാടികൾ വലിയ പങ്ക് വഹിക്കുന്നു. അത്തരം ഒരു സുന്ദരമായ വേദിയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്നു. ഈ അവസരം എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല അനുഭവമായി എന്നും നിലനിൽക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.